Watch full episodes on Jio Hotstar. അത് വലിയേട്ട എന്താ ചെയ്ത ഒന്ന് പറയേ. നോക്കിയേ, ഞാൻ പുതിയതായിട്ട് ആർട്ടിഫിഷ്യൽ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന്റെ പേര് കട്ടാക്ക. ഈ കട്ടാക്കായിന്റെ അടുത്ത് നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും അതിനുള്ള ശരിയായ ഉത്തരം ഇത് നൽകും. പക്ഷെ അതിനു മുമ്പ് ഇതിനൊരു ഫേസ് നമുക്ക് വെക്കണം സുഹൃത്തുക്കളെ. ഫേസ് വെക്കണെന്ന് പറഞ്ഞാൽ അതിന് എന്താ അർത്ഥം? പൊളിച്ചടുത്തല്ലോ. ഫേസ് വെക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ മീതെ നമ്മുടെ ഫേസ് വെച്ചിട്ട് നമ്മളോട് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം. അപ്പൊ അതിന് മറുപടി കിട്ടിയിരിക്കും. എന്റെ 20 വർഷ അനുഭവത്തിൽ ഇങ്ങനെ ഒരു ഇൻവെൻഷൻ ഞാൻ കണ്ടിട്ടേ ഇങ്ങനെ ഒരു അടിപൊളി ഇൻവെൻഷനോ? പക്ഷേ ഡോക്ടർ ജഡ്ക, ഫോട്ടോ ഇതിൽ എങ്ങനെ അഡ്ജസ്റ്റ് ആവുക? ഇതിനകത്ത് ഫോട്ടോ നിങ്ങൾ എങ്ങനെയാ ഫിറ്റ് ചെയ്യാൻ പോകുന്നേ? അകത്ത് സ്ഥലം ഇല്ലല്ലോ. അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ, ഇതിനു മുൻപേ വെറും ഫോട്ടോ നമ്മൾ വെച്ചാൽ മാത്രം മതി. അതിനുശേഷം താഴെയുള്ള ബട്ടൺ അമർത്തണം. അതിനുശേഷം ഫ്രെയിം തന്നെത്താനെ ആ ഫോട്ടോവിനെ ഒബ്സർവ് ചെയ്ത് അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്തോളും. അത് വലിയേട്ട ആ ഫ്രെയിം ഇങ്ങോട്ട് കാണിച്ചേ. എന്റെ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എനിക്ക് കാണണം. ഫോട്ടോന് പകരം അവന്റെ മുഖം അതിൽ കേറ്റിയാലേ അതിനുശേഷം ഫോട്ടോന്റെ ആവശ്യമില്ലല്ലോ. ഫ്രെയിമിനെ മുഖത്തിനടുത്ത് മാറ്റി വെക്കേ. ഇതെന്തായി സംഭവിക്കുന്നേ? അയ്യോ അയ്യോ, ജോൺ എന്ത് പണിയായി കാണിച്ചിരിക്കുന്നേ? ജോണാകാൻ പോകുന്നു ഡോൺ. ഇപ്പൊ ഞാൻ ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കാൻ പോകുന്നത്. കാട്ടാക്ക, മോട്ടും പത്തിലും വീട്ടിലെ കാശ് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഗോതമ്പ് മാവ് പെട്ടിയിലുണ്ട്, അരിയിടുന്ന പെട്ടിക്കകത്തുമുണ്ട്, കട്ടിലറിയിരിക്കുന്ന ബോക്സിനകത്തും വെച്ചിട്ടുണ്ട്. മോട്ടു, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? ഒന്നും മിണ്ടാതിരിക്ക. താങ്ക് യു. എന്നാ നമുക്ക് പിന്നെ കാണാട്ടോ. അപ്പൊ വന്നിട്ട് വേറെ ചോദ്യങ്ങൾ ചോദിക്കാം. ജോണ അവിടെ നിൽക്ക. ഡോക്ടർ ജഡ്ക, എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ച? മോട്ടുവിന്റെ ഫേസ് ഫ്രെയിം എടുക്ക. ഇതെങ്ങനെ നേരായ രീതി വരുന്ന ലക്ഷണം കാണുന്നില്ല പത്തലു. ഡോക്ടർ ജഡ്ക, എന്ത് കുരുക്കാ ഇത്? നിങ്ങൾ കണ്ടുപിടിച്ച സാധനങ്ങളൊന്നും ഒരിക്കലും വർക്ക് ആവില്ലേ? ചേട്ടാ, മോട്ടോന്റെ ചങ്കന്റെ ബ്രോ, നീ ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഇത് എങ്ങനെ അഴിക്കേണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിച്ച് വെക്കാട്ടോ. ഈ നേരം കൊണ്ട് ആ ജോൺ ഇവിടുത്തെ എല്ലാ വീടും കൊള്ളയടിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നേ. അല്ല, അത് കണ്ടോ മോട്ടൂനെ? മമ്മി, മോട്ടു അങ്കിളിനെ നോക്ക്. വരൂ മോനെ. അല്ല മോട്ടു, എന്താ ഇത്? ഇതേതെങ്കിലും പുതിയ സ്റ്റൈലാണോ? അത് ചേട്ടൻ പോയി ചേട്ടന്റെ ജോലി നോക്ക്. എഴുതിയിലേക്ക് വെറുതെ എണ്ണ വെക്കല്ലേ. താങ്ക് യു മോട്ടു. നിന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ കാശും ഞാൻ എടുത്തു മാറ്റി. അത്രയ്ക്ക് ധൈര്യമായോടാ നിനക്ക്? ഇന്ന് ബാങ്ക് ലീവല്ലേ, അതുകൊണ്ട് കട്ടാക്ക ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ് ഒന്ന് പറയാമോ എനിക്ക്? ഇന്റർനാഷണൽ ബാങ്കിന്റെ ലോഗ് നമ്പർ എന്ന് പറയുന്നത് 3145. അയ്യോ മോട്ടു. താങ്ക് യു കട്ടാക്ക. എന്നാ ഞാൻ പോട്ടെ മോട്ടു. ഇപ്പൊ എന്ത് പറ്റി? എന്താ പറ്റിയത്? ഞാനിപ്പോ എന്താ പറഞ്ഞത് പത്തലു? എന്റെ മോട്ടു, നീ ആ ജോണിനോട് ഇന്റർനാഷണൽ ബാങ്കിന്റെ ലോക്കർ നമ്പറാ പറഞ്ഞത്. ഇപ്പൊ ജോണ് പോയ ബാങ്ക് കൊള്ളയടിക്കും. അയ്യോ, ഞാൻ എന്ത് വലിയ തെറ്റായി ചെയ്തത്? ചിങ്കം സാർ. എന്റെ അമ്മോ, വൈഫ് ഹിയർ വെൻ ചിങ്കം ഈസ് ഹിയർ. ഡോണ്ട് വറി. കട്ടാക്ക, പെട്ടെന്ന് തന്നെ ചിങ്കം സാറിനെ തടുത്തു നിർത്താൻ വഴി പറഞ്ഞതാ. ഇഡലിയും ദോശയും വാങ്ങിക്കൊടുക്ക്, അവരവിടെ കഴിച്ചോണ്ടിരുന്നോളും. താങ്ക് യു മോട്ടു. മോട്ടു, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വേഗം ഇവിടുന്ന് പോ. ആഹാ, എന്തൊരു സ്വാദ്. ഹലോ ചിങ്കം സാറേ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അതെന്താന്ന് വെച്ചാൽ എന്റെ ഫാൻസ് എനിക്കൊരു വലിയ പാർട്ടി തന്നിരിക്കുന്നു. എന്റെ ജോലി കണ്ടിട്ട് അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മനസ്സിലായോ? എന്റെ ചിങ്കം സാറേ, അത് നമ്പർ 1 നമ്പർ 2 ആണ്. ജോൺ അകത്ത് ബാങ്ക് കൊള്ളയടിച്ചോണ്ടിരിക്കുക. എന്റെ അമ്മോ, വൈഫ് ഹിയർ വെൻ ചിങ്കം ഈസ് ഹിയർ. ബൈ ബൈ മോട്ടു പത്ലു.
അതേ പത്തില് വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്കില്ലെന്ന് അറിയില്ലേ? ഇതൊന്ന് അഴിച്ചു മാറ്റാൻ വേണ്ടി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ പറയേ. ഐഡിയ. ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. എന്റെ സുഹൃത്തിന്റെ മുഖത്തുള്ള ഈ ഫ്രെയിം ആരാണോ അഴിക്കുന്നേ അവർക്ക് 10 ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കുന്നതായിരിക്കും. 10 ലക്ഷം. ഇന്നാ മോളെ പിടിച്ചോ, ഈ ബേൽപൂരിയും ഫ്രീ ആണ്. ഞാനും ഫ്രെയിം കളയാൻ വരുന്നു അപ്പൂപ്പ. പോകുന്നുണ്ടോ? ഞാനേ പോയി ആദ്യം വായിക്കോ. അയ്യോ വേണ്ട, അയ്യോ അമ്മേ, അച്ഛാ, അയ്യോ. അതെ, എല്ലാരും ഒന്ന് മാറിക്കേ, ഞാൻ അഴിച്ചെടുക്കാം. ഇത് ഒരു പഞ്ച് സെന്ററിൽ ഇട്ടാലുണ്ടല്ലോ ഫ്രെയിം ഇവിടെ തന്നെ ഉണ്ടാവും, പിന്നെ ഫേസ് ദൂരെ പോയി വീഴും. ബോക്സരി ഏട്ടാ, അങ്ങനെ ചെയ്താൽ അത് അടിപൊളിയായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ചേട്ടന്റെ മുന്നിൽ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്റെ മുഖത്ത് നല്ല ശക്തിയായ ഒരു പഞ്ച് തരൂ. എന്നാ ഇന്നാ പിടിച്ചോ മോട്ടു. ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ശരി, ഒരു കുഴപ്പമില്ല, ഒരു പഞ്ച് കൂടെ അടിച്ചേക്കാം. ഒന്ന് നിർത്ത് നിർത്ത്. നിങ്ങൾ എന്തിനുള്ള പരിപാടിയാ? നിങ്ങളൊക്കെ കൂടി ചെയ്യുന്നത് കണ്ടാ തോന്നും ഫ്രെയിമിൽ നിന്ന് ഫേസ് വലിച്ചെടുക്കുമെന്ന്. അതേ പത്ലു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഫേസ് മാസ്ക് മാറ്റാൻ എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ഇപ്പൊ തന്നെ അതിനെ അകറ്റി മാറ്റാം. കമാൺ മോട്ടു. ഞാനിതാ വന്നോണ്ടിരിക്കുന്നു മോട്ടു. മോട്ടു, നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിക്കോ. അയ്യോ, ഈ ആൾക്കാർ രക്ഷിക്കണേ. എടാ മോട്ടു, നിക്ക് നിക്ക്, ഞാൻ 10 ലക്ഷത്തിന് ആഗ്രഹിച്ചൊന്നല്ല വന്നത്. ഈ ഫ്രെയിം എങ്ങനെയാ ഊരണ്ടേന്ന് ഞാനിപ്പോ പഠിച്ചു കഴിഞ്ഞു. സോറി വലിയേട്ടാ. ചങ്കേന്റെ ബ്രോ, ഈ മാസ്കിലെ 6 ഫിംഗർ പ്രിന്റ് വെച്ച് ഇത് ലോക്ക് ചെയ്തു അവര് തന്നെ വീണ്ടും വന്ന് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ഓഫ് ആകൂ. ഈ ഫ്രെയിം ഓൺ ചെയ്തപ്പോഴേ ജോണിന്റെ ഫിംഗർ പ്രിന്റ് അല്ലേ അതിലുണ്ടായിരുന്നത്. മാത്രമല്ല ഇപ്പൊ അവൻ വന്ന് വീണ്ടും ഫിംഗർ പ്രിന്റ് വെച്ചാൽ മാത്രമേ ഇത് ഓഫ് ആവുകയുള്ളൂ. പക്ഷെ ജോൺ എന്തിനാണ് അത് ഓഫ് ചെയ്തത്? അവനല്ലേ എന്റെ അടുത്ത് വന്ന് ഓരോ ചോദ്യങ്ങളും ചോദിച്ച് എല്ലായിടത്തും പോയി കൊള്ളയടിച്ചോണ്ടിരിക്കുന്നത്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യല് നിനക്ക് അറിയില്ല. എന്തെങ്കിലും പെട്ടെന്ന് ആലോചിക്കും പത്തലോ. ഐഡിയ. ജോൺ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കും. എന്നാൽ ആ സമയത്ത് നമ്മൾ ഇത് ഓഫ് ചെയ്യാൻ അനുവദിക്കരുത്. ജോൺ, ചേടാ, എന്റെ സ്വർണ്ണ ചാക്ക് തന്നെ താനെ എന്നെ തെരഞ്ഞെത്തിയിരിക്കുകയാണല്ലോ. വാ മോട്ടു, വാ വാ എന്റെ ചങ്ക്, എന്റെ സുഹൃത്തേ. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. നീ എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റ് ഉത്തരം പറയണം. ആദ്യത്തെ ചോദ്യം, ഭൂമി തൊട്ട് ആകാശം വരെ ഇവിടെയുള്ള എല്ലാ നിധികളുടെയും ലിസ്റ്റ് എനിക്ക് വേണം. ജോൺ, നിർത്ത് നിർത്ത്. അതിനു മുമ്പ് എനിക്ക് മോട്ടുവിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാ. ഓക്കെ, ഒരു പ്രശ്നമില്ല. ആദ്യം നീ തുടങ്ങ്, എന്നിട്ട് ഞാൻ ചോദിച്ചോളാം. ജഡാക്ക, വേഗം പറയൂ, ജോൺ ദ ഡോണിന്റെ നിധികളൊക്കെ എവിടെയാണ്? അയ്യോ, എന്തിനാ നീ ഈ ചോദ്യം ചോദിച്ചേ? എന്റെ പുറകെ വായോ. അയ്യോ, എന്റെ ഒപ്പം പറയല്ലേ, പറയല്ലേ പ്ലീസ്. വേണ്ട വേണ്ട മോട്ടു, പ്ലീസ് മോട്ടു, പറയല്ലേ മോട്ടു, പറഞ്ഞ കേക്ക്. ഇവിടെ കുഴിക്ക്. നിക്ക് നിക്ക്, എന്റെ അമ്മോ. അയ്യോ, ആരെങ്കിലും ഒന്ന് നിർത്തന്നേ പ്ലീസ്. ഇവിടെ കുഴിക്ക്. അയ്യോ എന്റെ അമ്മോ. ഇവിടെ കുഴിക്ക്. അയ്യോ, ഈ മോട്ട് ഇങ്ങനെ നമ്മളെ കുടിക്കല്ലോ. ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. ഞാൻ ചേർത്ത് വെച്ച എല്ലാ സ്വത്തുക്കളും എന്റെ കയ്യിൽ നിന്ന് പോവുകയാണല്ലോ. സോറി സോറി. ആരെങ്കിലും അവരൊന്ന് തടഞ്ഞു നിർത്ത്. ജോൺ, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്നേ. എന്നാ ഒന്ന് വേഗം പറയുന്നേ, പെട്ടെന്നാവട്ടെ പ്ലീസ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ നിങ്ങളുടെ കാല് വിടില്ല ജഡ്കാ. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ആ ഫേമിലുള്ള ബട്ടൺ ഞെക്കി നീ അത് ഓഫ് ചെയ്യുന്നത് വരെ അവൻ ഇതുപോലെ തന്നെ എല്ലാം കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. ഓഫ് ചെയ്യാം, ഉടൻ തന്നെ ഓഫ് ചെയ്യാം. ഇവിടെ കുഴിക്ക്. നിക്ക് മോട്ടു. ചേടാ, ഒന്ന് നിക്കന്റെ മോട്ടു. ഇവിടെ കുഴിക്ക്. പൊന്നു മോട്ട്. അയ്യോ എന്റെ അമ്മ, മോട്ട് നിർത്ത്. ഇവിടെ കുഴിക്ക്. ഇവിടെയും കുഴിക്ക്.
മതി നിർത്ത്. നിങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞില്ലേ, പിന്നെന്താ? ആരെങ്കിലും ഒന്ന് മോട്ടിനെ പിടിക്കുന്നേ. എനിക്ക് ബട്ടൺ ഓഫ് ചെയ്യണം. മോട്ടു നിർത്ത. ഇല്ല, കുറെ സ്ഥലങ്ങൾ കുളിപ്പിക്കാനുണ്ട്. ചേട്ടാ ഒന്ന് നിക്കട്ടെ മോട്ടു, പത്തില് പറയുന്നെങ്കിൽ നീ കേക്കുന്നേ. നിക്ക് മോട്ടു, ഒരിടത്തും മിണ്ടാതെ നിക്കുന്നേ. എനിക്ക് ആ ബട്ടൺ ഞെക്കി ഓഫ് ചെയ്യണം. എനിക്ക് വേറെ വഴിയില്ല മോട്ടു. എങ്ങനെയുണ്ട് ജോൺ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ? നീയൊക്കെ ഒരു സുഹൃത്താണോ? എന്റെ എല്ലാ നിധികളും ഇങ്ങനെ പുറത്തെടുത്തല്ലോ നീയേ. ഇനി ഞാൻ എന്ത് ചെയ്യും? ചിങ്കം സാർ എന്നെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും. അറ്റ്ലീസ്റ്റ് ഞാൻ അവിടെ ഇരുന്നെങ്കിലും സ്വസ്ഥമായിട്ട് കരഞ്ഞോളാന്നേ, പ്ലീസ്. സന്തു, എന്നാ പിടിച്ചോ നിന്റെ എഴുത്ത്. താങ്ക് യു പോസ്റ്റ്മാൻ ചേട്ടാ. ആഹാ, പോസ്റ്റ്മാൻ ചേട്ടനോ? ആ അതെ, ഇന്നാ നിങ്ങളുടെ എഴുത്ത് തരാൻ വന്നതാ. ജയ് ഹോ! എന്താ പറ്റിയ മോട്ടു? പത്ലു, നമ്മുടെ നാട്ടിൽ വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട്. നമ്മളെ വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ ആഹാരത്തിന് എന്ത് നല്ല ടേസ്റ്റ് ആണെന്ന് അറിയാവോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വിരല് പോലും നക്കി തുടയ്ക്കും. പോസ്റ്റ്മാൻ ചേട്ടാ, എന്റെ ഒരു സന്തോഷത്തിന് ഇതങ്ങ് വാങ്ങിച്ചു. പിടിക്ക്. പക്ഷെ മോട്ടു, ഇതിൽ ഒരു ദിവസം മുമ്പുള്ള ഡേറ്റ് ആണല്ലോ എഴുതിയിരിക്കുന്നേ. പരിപാടി കഴിഞ്ഞു പോയില്ലേ? എന്ത്? ഇത് ഒരാഴ്ച മുന്നേ അയച്ച ലെറ്റർ ആണ്. എനിക്ക് 2 ദിവസം പോയി കിട്ടണ്ടായിരുന്നു. വെറുതെ എന്നെ പാട്ട് നശിപ്പിച്ച് കളഞ്ഞില്ലേ? മര്യാദയ്ക്ക് എന്നെ പൈസ തിരിച്ചു താ. നിങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് പണി എടുക്കാൻ അറിയില്ലേ? മോട്ടുമായി ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലേ? ഇത്രയും വലിയ ഏരിയയില് പോസ്റ്റ് ഡെലിവറി ചെയ്യാൻ സമയമെടുക്കില്ലേ? അതെ, നിങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് പണിയെടുക്കാൻ അറിയില്ലെന്ന് മാത്രം പറഞ്ഞാ പോരെ? പത്തുലൂ, എനിക്ക് കിട്ടേണ്ട വലിയ വിരുന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ? അത്രയും രുചിയുള്ള ഭക്ഷണം നമുക്കിനി എന്ന് കിട്ടാനാ? മര്യാദയ്ക്ക് എന്റെ കണ്ണിന് മുന്നിൽ നീ ഇയാളോട് പോകാൻ പറയേ. ഞാൻ ഇയാളുടെ മുഖം പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെന്ത് വർത്താനേ പറയുന്നത്? ഒരു ദിവസം ഞങ്ങളുടെ ജോലി ചെയ്യുമ്പോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. ചാലഞ്ചാ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മോട്ടു, നീ ഒന്ന് നിർത്ത്. ഒന്ന് സമാധാനം ഇരിക്കെ. ഇല്ല പത്തുലു, ഇല്ല. ഇയാൾക്ക് ആരെങ്കിലും ഒരു പാഠം പഠിപ്പിച്ച് കൊടുത്തേ മതിയാകൂ. ഒരു ജോലി എങ്ങനെയാണ് മര്യാദയ്ക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഊരിത്താ നിങ്ങളുടെ ഡ്രസ്. അതെ അതെ, എടുത്തോ. I am ready. ഇനിയിപ്പൊ ചെയ്ത് കാണിക്ക എന്റെ ജോലി. നോക്കട്ടെ എത്ര ദിവസം ഇങ്ങനെ ചെയ്യുന്നു. അത് എവിടെയാണ് ഈ വീട്? ആഹാ, ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അകത്തേക്ക് കയറാം. അപ്പൊ കേട്ടത് സത്യം തന്നെയാണല്ലേ? ഈ മോട്ടു പോസ്റ്റ്മാനായി ഈ നാട് മൊത്തം കറങ്ങാൻ പോവാണോ? ഇപ്പൊ അകത്ത് കയറി ഇവന്റെ ജോലിയെല്ലാം നശിപ്പിക്കുന്നതാണ് എന്റെ ജോലി. അതെ, വെറുതെ ബഹളം വെക്കണ്ട. ഞാൻ ഈ കത്ത് കൊടുക്കാനായിട്ട് വന്നതാണ്. ഗുഡ് ബോയ്. നീ അങ്ങോട്ട് നോക്കിയേ, അതെന്താണെന്ന് കണ്ടില്ലേ? അയ്യോ, എന്നെ പട്ടി അടിക്കാൻ വരുന്നേ. അയ്യോ, പെട്ടെന്ന് ഇവിടുത്തെ ജീവനെ കൊണ്ട് രക്ഷപ്പെടാം. അഡ്രസ് ഇത് തന്നെയാണ്. അല്ല, ഇതെന്തോ ഇത്രയും വലിയൊരു ടവർ? ഈ ടവർ ഒന്നും എനിക്ക് വലിയ പ്രശ്നമല്ല. ഇവിടെ നല്ല അടിപൊളി ലിഫ്റ്റ് ഉണ്ടാകുമല്ലോ. ലിഫ്റ്റ് വരാൻ ഒരുപാട് സമയം എടുക്കുന്നല്ലോ. ഷെടാ, ഇതിനെന്ത് പറ്റി? ഓ നോ, ലിഫ്റ്റ് നിന്ന് പോയല്ലോ. ഇത്രയും വലിയൊരു ടവറിൽ സ്റ്റെയർ കേസിലൂടെ നടന്നു കയറിയാൽ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ചത്തുപോകും. ഇതിന്റെ മുകളിൽ കയറാൻ സ്റ്റെയർ കേസ് അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചതിനേക്കാളും ഈ പണി ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞതാണല്ലോ.
ഇന്ന് പിടിച്ചോളൂ താങ്കളുടെ ലെറ്റർ. ഇപ്പോഴാണോ വരുന്നേ നീ? അരമണിക്കൂർ മുമ്പേ കോമ്പൗണ്ടിലേക്ക് നടക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. അത് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല മാഡം. സ്റ്റെയർ കേസിലൂടെ കയറിയാണ് ഞാൻ ഈ 10ാം നിലയിലെത്തിയത്. അപ്പൊ സമയം എടുക്കില്ലേ മാഡം? നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ജോലി ചെയ്യാൻ അല്ലെങ്കിലും താല്പര്യമില്ലല്ലോ. മടിയുടെ കാര്യത്തിൽ വലിയ എക്സ്പേർട്ടാ. അയ്യോ ആരെങ്കിലും തടഞ്ഞെടുത്തോ? അയ്യോ അയ്യോ ഇവിടുത്തെ ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ലല്ലോ. അയ്യോ ഇതിന് മോളിൽ ഞാൻ വീണ്ടും കയറണോ? പോസ്റ്റ്മാൻ, ഇതാ പിടിച്ചോളൂ താങ്കളുടെ ലെറ്റർ. താങ്ക് യു. അയ്യോ ഈശ്വര, എനിക്ക് നീ ഇപ്പോ ഒരു അല്പശക്തി കൂടി തന്നേ മതിയാകൂ. ആകെ തളർന്നു പോയല്ലോ. അയ്യോ, രക്ഷിക്കണേ. മോട്ടു മതി, ഇതോടെ നിർത്തിക്കോ. ഇനി നമുക്ക് ഈ പരിപാടി വേണ്ട. ഇല്ല, ഇത് ഞാൻ നിർത്തില്ല. ഇതെനിക്ക് ശരിയായ രീതിയിൽ ചെയ്തേ മതിയാകൂ. ഇത് ഞാൻ ചെയ്യും. കൃത്യമായിട്ട് ജോലി ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ അടുത്ത വീട്ടിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഈ കത്ത് അവിടെ കൊണ്ട് കൊടുക്കാം. ഇനിയാണുള്ളത് ശരിക്കുള്ള കളി. നീ എങ്ങനെയാ സൈക്കിൾ ഓട്ടിക്കൊണ്ട് പോകാൻ പോകുന്ന ഞാനൊന്ന് കാണട്ടെ. ഇതാ പിടിച്ചോളൂ താങ്കളുടെ കത്ത്. താങ്ക് യു. ബൈ. പത്തുവിന്റെ കഥ തീർന്നു. ചേടാ, ഈ ഡസ്റ്റ്ബിൻ അവിടെ ഇരിക്കേണ്ടതാണല്ലോ. വന്ന് വന്ന് ആൾക്കാരൊക്കെ ഇപ്പൊ റോഡിന് നടുവിലാണ് ഇത് വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ട് പോകുന്നത്. ഓക്കേ, ഒരു നല്ല ജോലിക്കാരനായി ഞാൻ എന്റെ കടമ തീർത്തു കഴിഞ്ഞു. ഇപ്പൊ എന്താ പറ്റിയത്? അയ്യോ, ഈ ടയർ എങ്ങനെയാണ് പഞ്ചറായത്? ഈ പഞ്ചറൊട്ടിക്കാനായിട്ട് ഇവിടെ അടുത്തങ്ങ് യാതൊരു കടയും കാണുന്നില്ലല്ലോ. മോട്ടു, നിന്റെ കയ്യിൽ ഇപ്പൊ എത്ര കാശുണ്ട്? മര്യാദക്ക് മൊത്തം എന്റെ കയ്യിൽ തന്നോ? മര്യാദക്ക് പോകാൻ നോക്ക്. ഞാൻ അല്ലെങ്കിൽ തന്നെ ആകപ്പാടെ നല്ല ദേഷ്യത്തിലാണ്. ഒന്നാണ് നിനക്ക് നല്ലത്. അതെ, നീ മോട്ടു അല്ല, നീ ഇപ്പൊ പോസ്റ്റ്മാൻ ആണ്. പോസ്റ്റ്മാൻ ആണെങ്കിൽ ആരെയും തല്ലാൻ പാടില്ല. കള്ളന്മാരെന്തെങ്കിലും മോഷ്ടിക്കുന്നത് കണ്ടാലേ കയ്യും പൊക്കി സൈലന്റ് ആയിട്ട് ഇരിക്കണം, മനസ്സിലായോ? മോട്ടു, ഹാൻഡ്സ് അപ്പ്, പെട്ടെന്നാവട്ടെ. നീ ഇന്ന് ഈ പോസ്റ്റ്മാൻ കോസ്റ്റ്യൂമിൽ തന്നെ നിന്നോ. പോസ്റ്റ്മാൻ ആരും വേഷ്യപ്പെടില്ല, വഴക്ക് കൂടില്ല. ഇങ്ങനെ സൈലന്റ് ആയി പേടിച്ച് നിക്കണം, മനസ്സിലായോ? മോട്ടു, നിനക്കെന്താ പറ്റിയേ? നീ എന്താ ഇവിടെ നിക്കുന്നേ? അല്ല, ജോൺ ഇപ്പൊ നിന്നോടെന്താ പറഞ്ഞിട്ട് പോയത്? ഞാൻ എന്താ പറയണത് പത്തലു? എന്റെ മോട്ടു, അവൻ നിന്നെ പറ്റിച്ചിട്ട് നിന്റെ കയ്യിലുള്ള കാശ് മോഷ്ടിച്ചോണ്ട് പോയിരിക്കുക. അത് സാരമില്ല പത്തലു. ഈ അവസാനത്തെ ലെറ്ററും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ജോണിന്റെ കാര്യം നോക്കിക്കോളാം. ഏത് അഡ്രസ്സാണ്? ഈ മലയിൽ ആർക്കാണ് ലെറ്റർ കൊടുക്കേണ്ടത്? എന്തായാലും സാരമില്ല, എവിടെയായാലും ഞാൻ കത്ത് ഉറപ്പായിട്ടും കൊണ്ട് കൊടുത്തിരിക്കും. അയ്യോ, ഇടിക്കാൻ വരുന്നത്. അയ്യോ അയ്യോ, രക്ഷിക്കണേ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെയാണ്. താങ്ക് യു. എനിക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ മുകളിൽ കയറിയാൽ മതിയാകൂ. ഞാൻ എന്റെ അവസാനത്തെ ലെറ്ററും കൂടി കൊടുത്തിട്ടേ പിന്മാറുകയുള്ളൂ. പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി ഞാൻ വൃത്തിയായിട്ട് ചെയ്യും. അയ്യോ, അവസാനത്തെ കത്ത് ഞാൻ ഉറപ്പായും കൊണ്ട് കൊടുത്തിരിക്കും.
ഒരു പോസ്റ്റ്മാൻ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അതെ ചേട്ടാ, വാതിലൊന്ന് തുറന്നേ, പോസ്റ്റ്മാൻ വന്നിരിക്കുന്നു. അല്ല, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അതെ, മുകളിലോട്ടല്ല താഴോട്ടും നോക്ക്. ഇതാ പിടിച്ചോളൂ താങ്കളുടെ ഇൻവിറ്റേഷൻ കാർഡ്. ഇതുണ്ടല്ലോ കല്യാണത്തിനുള്ള ഇൻവിറ്റേഷൻ കാർഡാ. കല്യാണം ഇന്നലെ തന്നെ കഴിഞ്ഞു പോയി. നീ ഇന്നാണോ ഈ കാർഡും കൊണ്ടുവരുന്നേ? അതെ മാഡം, വളരെയധികം പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഏരിയ കവർ ചെയ്യാനുണ്ടായിരുന്നു. എന്റെ ഭർത്താവും ഒരു പോസ്റ്റ്മാനാ. എന്നോട് പറയണ്ട നിന്റെ ഓരോ കള്ളത്തരങ്ങൾ. അല്ല മോട്ടുബായ്, നിങ്ങളോ? താങ്കൾ ഇവിടെ? സോറി, താങ്കളുടെ കാർഡ് കുറച്ച് ലേറ്റ് ആയി പോയി. ഹേയ്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ കണ്ടില്ലേ നിങ്ങള്, എനിക്കുള്ള എഴുത്ത് തന്നെ ഇപ്പൊ ലേറ്റ് ആയില്ലേ? അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താണോന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ അന്ന് എന്നോട് ചൂടാകുകയല്ലായിരുന്നോ? വെരി വെരി സോറി. എനിക്ക് താങ്കളുടെ മുഴുവൻ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അതെ, ഞാൻ താങ്കളോട് വെറുതെ ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്റെ ആ ഗംഭീരമായ വിരുന്ന് നഷ്ടപ്പെട്ട എന്റെ ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്ന് നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം. മോട്ടു യൂണിഫോം അഴിക്ക്. ഇപ്പോഴെങ്കിലും നീ നിന്റെ ശരിക്കുള്ള ക്യാരക്ടറിനകത്തേക്ക് പോ. അതിനുശേഷം ആരാണോ നിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചത് അവന് ശരിക്കുള്ള ക്യാരക്ടർ കാണിച്ചു കൊടുക്ക. ഇതാ പിടിച്ചോളൂ താങ്കളുടെ യൂണിഫോം. സോറി, ഞാൻ നിങ്ങളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഇതാ, ഇത് കഴിക്കൂ. ചായയും സമൂസയാണ്. സമൂസ. മോട്ടു സമോസ കഴിക്ക, എന്നിട്ട് പണി തുടങ്ങ. ഞാൻ എല്ലാ സമൂസയും കഴിക്കും. ജോണിനെ ഞാൻ വെറുതെ വിടില്ല. അടിപൊളി, എന്ത് നല്ല മണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. പെട്ടെന്ന് എവിടുന്ന ഭൂമി കുലുക്കം വരുന്നത്? ഭൂകമ്പമൊന്നും അല്ല ജോൺ, മോട്ടുവാണ് വന്നത്. എന്തോന്നേ? ഇപ്പൊ മോട്ടുവിന്റെ സ്വന്തം രൂപത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ചെയ്തതിന് നിന്നോട് എനിക്ക് പകരം ചോദിക്കാനുണ്ട്. അയ്യോ വേണ്ട, മര്യാദയ്ക്ക് കാശിക്ക് തിരിച്ചു താ. മറ്റുള്ളവരുടെ മണി ഓർഡർ എടുക്കാൻ നിനക്ക് എന്താണ് അവകാശം? ഞാൻ മോട്ടുവിന്റെ ജോലി നശിപ്പിക്കാനാ ശ്രമിച്ചത്. പക്ഷേ മോട്ടു ഇപ്പൊ എന്റെ ശരീരം മൊത്തം ഇടിച്ച് പഞ്ചറാക്കിയല്ലോ. Watch India's largest kids library only on Jio Hotstar. Download the app now.